ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് MBS പ്രസിഡന്റ് ഫസൽ ഗഫൂറിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു ED. ഫെമ ലംഘനം നടത്തിയ കേസിലാണ് ED നടപടി. കേസിൽ തുടർച്ചയായി നോട്ടീസ് അയച്ചിട്ടും ഹാജരാകാത്ത സാഹചര്യത്തിൽ ഫസൽ ഗഫൂറിനെതിരെ ED ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ബലം പ്രയോഗിച്ചാണ് ED ഫസൽ ഗഫൂറിനെ കസ്റ്റഡിയിലെടുത്തത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഉപാധികളോടെ വിട്ടയച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചു എന്നാണ്. അർജുൻ മട്ടന്നൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, ഇപ്പോൾ ഫസൽ ഗഫൂർ കസ്റ്റഡിയിലല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഫസൽ ഗഫൂറിനെ ചോദ്യം ചെയ്ത് ഉപാധികളോടെ വിട്ടയച്ചിരിക്കുന്നു. ED ഓഫീസിൽ ചോദ്യം ചെയ്യലിനായി ഇന്ന് ഹാജരാകാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ? ഫസൽ ഗഫൂറിന്റെ വിദേശയാത്ര ഇനി നടക്കില്ലല്ലോ അല്ലേ അർജുൻ മട്ടന്നൂർ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇന്നലെ രാത്രിയാണ് MES ചെയർമാനായ ഫസൽ ഗഫൂറും കുടുംബവും ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. അവിടെ വെച്ചാണ് അദ്ദേഹത്തെ ED തടയുകയും തുടർന്ന് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. പിന്നീട് മണിക്കൂറുകളോളം അദ്ദേഹം ചോദ്യം ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷമാണ് അദ്ദേഹത്തെ വിട്ടയച്ചിരിക്കുന്നത്. വിദേശ നാണയ വിനിമയ ചട്ട ലംഘന പ്രകാരമാണ് ഇപ്പോൾ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് എന്നാണ് EDയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് നേരത്തെ തന്നെ ഇത്തരമൊരു കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ED ഓഫീസിൽ ഹാജരാകാൻ വേണ്ടി നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ പലതവണ നോട്ടീസ് നൽകിയിട്ടും ഫസൽ ഗഫൂർ ഹാജരായിട്ടില്ല എന്നാണ് EDയുടെ വിശദീകരണം. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഫസൽ ഗഫൂറിനെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഉപാധികളോടെയാണ് ഇപ്പോൾ വിട്ടയച്ചിരിക്കുന്നത്. എപ്പോഴാണ് ഹാജരാകേണ്ടത് എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ തന്നെ ഫസൽ ഗഫൂർ EDക്ക് മുന്നിൽ ഹാജരാകാനാണ് സാധ്യത. EDയുടെ കോഴിക്കോട് യൂണിറ്റാണ് ഈ കേസ് അന്വേഷിക്കുന്നത് എന്നതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ 200 കോടിയിലേറെ കള്ളപ്പണം വെളുപ്പിച്ചു തുടങ്ങിയ പരാതികളൊക്കെ തന്നെ ഫസൽ ഗഫൂറിനെതിരെ ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് ED കടന്നിരിക്കുന്നത്. എന്തായാലും ED കസ്റ്റഡിയിലെടുത്ത സാഹചര്യത്തിൽ ഇന്നലെ ഫസൽ ഗഫൂറും കുടുംബവും ഓസ്ട്രേലിയയിലേക്ക് പോകാനിരുന്ന യാത്ര റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുമുണ്ട്. അരുൺകുമാർ.